ഈ ഉപദേശങ്ങൾ ഫലപ്രദമാവുക എന്നുള്ളത് ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ പറയണ്ടല്ലോ. ഉത്ബോധനം പ്രയോജനപ്പെടുമെങ്കിൽ നീ ഉത്ബോധിപ്പിക്കുക എന്നാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ ഉപദേശിക്കുന്നത് വിപരീത ഫലമുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ കൗമാരക്കാരിൽ കാണുന്ന വാശി, ദേഷ്യം, മാതാപിതാക്കളുടെ പ്രതികാരം, അക്രമാസക്തമാകുന്ന അവസ്ഥ, ഇതൊക്കെ ഒരു പരിധി വരെ എന്താ വെച്ചാൽ അവരുടെ പ്രായത്തിൽ അവരിൽ കാണുന്ന തകരാറുകളെ നമ്മൾ എന്ത് ചെയ്യാണ് നിർത്താൻ വേണ്ടി പറയുമ്പോൾ ആ ഇടപെടൽ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രതികരണങ്ങളാണ് കുട്ടികളെ എന്ത് ചെയ്യണത് അത്തരം ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു, അവരുടെ നീക്കങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ചില സംശയങ്ങൾ വരും. അപ്പോൾ അവൻ കുറച്ച് നേരം മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ മൊബൈൽ എന്തൊക്കെ കാണാം, അവൻ എന്തൊക്കെ കാണുന്നുണ്ടാവും എന്നുള്ളൊരു ബേജാറുണ്ടാവും. അവൻ അഥവാ വാതിലടച്ച് റൂമിലിരുന്നാൽ അവൻ എന്താണ് ഒരു വാതിലടച്ച് റൂമിലിരുന്ന് സ്വകാര്യമായി ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ അവൻ ചെയ്യുന്നുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആശങ്കകളും സംശയങ്ങളും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതൊക്കെ ചെയ്യുന്നവനെ പോലെ നമ്മൾ അവനെ ഉപദേശിക്കും. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അശ്ലീലങ്ങൾ കാണാത്ത ഒരു മകനെക്കുറിച്ച് അവൻ അശ്ലീലങ്ങൾ കാണുന്നുണ്ടാകാം, അതിനായിരിക്കാം അവൻ വാതിലടച്ചത്, അതുകൊണ്ടാണ് അവൻ ഫോണിന് പാസ്വേഡ് ഇട്ടത് എന്ന് വിചാരിച്ച് നമ്മൾ അവനെ ഉപദേശിക്കുകയാണെന്ത് ഇത്തരം അശ്ലീലങ്ങൾ കാണുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച്. അവൻ ഏതോ ഒരു ക്ലാസ്സിൽ കുട്ടിക്ക് ചാറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ അവനൊരു പ്രേമമുണ്ടെന്ന് നമ്മൾ വിചാരിക്കും, എന്നിട്ട് അവനെ നമ്മൾ ഉപദേശിക്കുന്നു. മനസ്സിലായില്ലേ? എന്തോ അവൻ്റെ മുഖത്ത്, അവൻ്റെ കണ്ണിൽ എന്തോ ഒരു നിറവ്യത്യാസം കണ്ടപ്പോൾ അവൻ എന്തോ ലഹരി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സംശയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരിക്കൽ പോലും ജീവിതത്തിൽ ചിന്തിക്കാത്ത വിഷയങ്ങൾ നമ്മൾ അവരെ പേരിൽ ആരോപിച്ച് ഉപദേശിക്കുന്നതും വളരെ അപകടങ്ങൾ ഉണ്ടാക്കും. കാരണം ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലും എന്ന് ഒരു ധാരണയിലേക്ക് വരികയും, ചെയ്യാത്ത കാര്യം ഏതായാലും എൻ്റെ പേരിൽ ആരോപിക്കുകയാണല്ലോ, പിന്നെ ചെയ്ത് കളയാം എന്നൊക്കെ ചിന്തിക്കുന്നതിലേക്ക് എന്ത് ചെയ്യും, കുട്ടികൾ എത്തും. ഏറ്റവും നല്ലത് നമുക്ക് ഞാൻ കാണുന്നത് നമ്മൾ മക്കളുമായിട്ട് ഇടതടവില്ലാതെ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ്, സംസാരിക്കുവാനുള്ള ഒരു രൂപം നമ്മൾ ബന്ധത്തിൽ ഉണ്ടാക്കി തീർക്കുക. ഇപ്പം നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണെങ്കിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മളൊരു സഹപ്രവർത്തകരാണെങ്കിൽ എപ്പോഴും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മക്കളോടും ഇടതടവില്ലാതെ സംസാരിക്കാൻ പറ്റണം. ഈ സംസാരങ്ങളിൽ ഓരോ പുതിയ വിഷയങ്ങൾ വരുന്നു, നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അതിനെ ചർച്ച ചെയ്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ സംസാരങ്ങളും നമ്മുടെ ഓരോ ബന്ധങ്ങളും എന്താകും, അവർക്ക് പുതിയ പുതിയ അറിവുകൾ നൽകും. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ നല്ല അറിവുള്ള ഒരു പണ്ഡിതൻ്റെ കൂടെ ഒരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു ഉംറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ യാത്ര. അപ്പോൾ നമ്മൾ അയാളോട് സഹവസിക്കണം. സഹവസിക്കുമ്പോൾ ഒരു 10-15 ദിവസത്തെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്തെല്ലാം അറിവുകൾ കിട്ടും. തീർച്ചയായിട്ടും. നേരെ വെച്ച് നമ്മളൊരു പ്രസംഗം കേൾക്കുമ്പോൾ കിട്ടും, ഒരു പ്രസംഗത്തിൽ നമുക്ക് കിട്ടും, നമ്മുടെ പുസ്തകം വായിക്കുമ്പോൾ കിട്ടും. എന്നാൽ ഈ ഒരു സഹവാസം കൊണ്ട്, സുഹബത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർ പറയുന്നത് വൺ വേ ആയിട്ട് കേൾക്കല്ല, നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അപ്പം എന്ത് ചെയ്യും, അത്തരം സംസാരങ്ങളിലൂടെ നമുക്ക് അവർക്ക് നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല മെസ്സേജുകളും കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്ന തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ലുക്മാൻ മകന് കൊടുത്ത ഉപദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൽ മകനെ അഭിസംബോധന ചെയ്യുന്ന യാ ബുനയ്യ. നമുക്ക് എല്ലാ സമയത്തും കുഞ്ഞു മോനെ എന്ന് വിളിക്കാൻ കഴിയൂലല്ലോ. നമ്മുടെ ഓരോ അവസ്ഥക്കനുസരിച്ചാണ് വിളിക്കുക. ചിലപ്പോൾ ഓമനപ്പേര് വിളിക്കുന്ന മക്കളെ നമ്മൾ എന്ത് ചെയ്യും, പേര് വിളിക്കും. ചിലപ്പോൾ ചില രക്ഷിതാക്കൾ എന്ത് ചെയ്യും, അനാവശ്യമായ വാക്കുകളെ കൊണ്ട് അഭിസംബോധന ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ എടാ എന്ന് വിളിക്കും. ഈ വിളികളൊക്കെ വരുന്നത് എന്താണ്, വ്യത്യസ്ത അവസ്ഥകളാണ്. ദേഷ്യം വരുമ്പോൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നമുക്കൊരു വെറുപ്പ് തോന്നുമ്പോൾ, അങ്ങനെയൊക്കെയാണ്. എന്നാൽ നമ്മൾ മോനെ, കുഞ്ഞു മോനെ, പൊന്നു മോനെ എന്നൊക്കെ വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ഏത് സാഹചര്യമാണ്? ആ സാഹചര്യം ഉപദേശിക്കാൻ പറ്റിയ സാഹചര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തുപദേശിക്കണം എന്നതിലുപരി എങ്ങനെ ഉപദേശിക്കണം, എപ്പോൾ ഉപദേശിക്കണം എന്നതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ മോനെ, കുഞ്ഞു മോനെ, പൊന്നു മോനെ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ മാത്രമേ നമ്മൾ അവരോട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപദേശങ്ങൾ പറയാൻ പാടുള്ളൂ. അത് പറയുമ്പോൾ അവനെ കുറ്റപ്പെടുത്തുകയാണെന്നോ വിമർശിക്കുകയാണെന്നോ പരിഹസിക്കുകയാണെന്നോ വ്യക്തിഹത്യ ചെയ്യുകയാണെന്നോ ഒന്നും ഒരിക്കലും തോന്നാൻ പാടില്ല. എന്നോടുള്ള അങ്ങേയറ്റത്ത് സ്നേഹം കൊണ്ട്
ഗുണകാംക്ഷ കൊണ്ട് വളരെ വിഷമത്തോടുകൂടെ വേദനയോടുകൂടെയാണ് ഉമ്മ ഇത് പറയുന്നത് എന്ന് അവന് തോന്നുമ്പോൾ മാത്രമേ ആ ഉപദേശങ്ങൾ ഫലപ്രദമാവുകയുള്ളൂ.